നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറും കെ.എസ്.ആർ.ടി.സി. CMD ബിജു പ്രഭാകറും തമ്മിൽ ശീതയുദ്ധം. അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ബിജു പ്രഭാകർ. ജീവനക്കാർ പെരുവഴിയിലായി. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് കെ.എസ്.ആർ.ടി.സി. CMD ബിജു പ്രഭാകർ അവധിയിൽ പ്രവേശിച്ചത്. കെ.എസ്.ആർ.ടി.സി. CMD സ്ഥാനത്തു നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 17 വരെയാണ് അദ്ദേഹം അവധി എടുത്തിരിക്കുന്നത്. 1.25 വർഷം കൂടി സർവീസ് കാലാവധിയുള്ള ബിജു പ്രഭാകറിന് ഉടനെ ഒരു മാറ്റമുണ്ടാകില്ലെന്ന് വ്യക്തമായതോടെയാണ് അവധിയിൽ പോയതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഗതാഗത മന്ത്രിയായി കെ.ബി. ഗണേഷ് കുമാർ ചുമതലയേറ്റതു മുതൽ CMDയും മന്ത്രിയും തമ്മിൽ സ്വരച്ചർച്ചയിലല്ല. ഇലക്ട്രിക് ബസ് വിവാദം നീരസം ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയും ചെയ്തു. അടുത്ത കാലത്തായി നിയമിക്കപ്പെട്ട ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ പ്രമോദ് ശങ്കറാണ് കെ.എസ്.ആർ.ടി.സിയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്ന വിഷയത്തിലടക്കം CMDയും മന്ത്രിയും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ടോമിൻ ജെ തച്ചങ്കരി 3 വർഷം മുമ്പ് കെ.എസ്.ആർ.ടി.സിയിൽ CMD ആയി പ്രവർത്തിച്ചിരുന്നു. അന്ന് ഇതിലേറെ നഷ്ടമായിരുന്നിട്ടും കെ.എസ്.ആർ.ടി.സി ജീവനക്കാർക്ക് അദ്ദേഹം കൃത്യമായി ശമ്പളം നൽകിയിരുന്നു. ഏതായാലും ഇപ്പോൾ കെ.എസ്.ആർ.ടി.സി ജീവനക്കാർ എങ്ങനെയൊക്കെയാണെങ്കിലും ബുദ്ധിമുട്ടിലാവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മന്ത്രിയാണെങ്കിലും മന്ത്രിസഭയാണെങ്കിലും മന്ത്രിയും CMDയും തമ്മിലുള്ള ശീതസമരമാണെങ്കിലും ഒക്കെ കെ.എസ്.ആർ.ടി.സി ജീവനക്കാർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്ന് വ്യക്തമാവുകയാണ്.